السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസർ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇഖ്തിസാർ ചെയ്തിട്ടുള്ള കിതാബാണ് നാം വായിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഹദിയ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്ന ഫസ്ല് ജനാസയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, ജനാസയെ ഒരു മുസ്ലിം മരണപ്പെടുമ്പോൾ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മയ്യത്ത് നിസ്കാരം, അതിലെ ദുആകൾ, അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ അവസാനമായി പറഞ്ഞത് ദഫൻ ചെയ്യാൻ, മറമാടാൻ 3 സമയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഒന്ന് ഫജറിന് ശേഷമുള്ള തൊട്ടുള്ള സമയം, അതുപോലെ സൂര്യൻ നേരെ മധ്യത്തിലാകുന്ന സമയം, അതുപോലെ മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം എന്നീ 3 സമയങ്ങൾ. അതിനുശേഷം ഇബ്നു ഖയ്യിം റഹിമഹുള്ള മറമാടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന പഠിപ്പിച്ച കാര്യങ്ങളാണ്. വയുദ്കറു അൻഹു അന്നഹു കാന ഇദാ വളഅൽ മയ്യിത ഫിൽ ഖബ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിനെ ഖബറിൽ വെക്കുന്ന സമയത്ത് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഖാല ബിസ്മില്ലാഹ് വബില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ബിസ്മില്ലാഹ് അല്ലാഹുവിൻ്റെ നാമം കൊണ്ട്, ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ട്, വഅലാ മില്ലത്തി റസൂലില്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മില്ലത്തിലായിക്കൊണ്ട്, മാർഗത്തിലായിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മയ്യത്ത് വെക്കാറുണ്ടായിരുന്നത്. വഫി റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ ബിസ്മില്ലാഹ് വഫി സബീലില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറയും. അതുപോലെ തന്നെ വഫി സബീലില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്നും പറഞ്ഞതായി കാണാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയനുസരിച്ച് മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത്. വയുദ്കറു അൻഹു അന്നഹു കാന യഹ്തു തുറാബ അലാ ഖബ്രിൽ മയ്യിതി ഇദാ ദുഫിന മിൻ ഖിബലി റഅസിഹി സലാസൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ തലഭാഗത്തായിക്കൊണ്ട് 3 തവണ മണ്ണെടുത്ത് ഇടാറുണ്ടായിരുന്നു. മറമാടുമ്പോൾ മണ്ണിടുന്നതിന് സമയത്ത് ആ മയ്യത്തിൻ്റെ തലഭാഗത്തേക്കായിട്ട് 3 തവണ മണ്ണെടുത്ത് എറിയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന കാര്യമാണ്. വകാന ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്ത്, അങ്ങനെ മയ്യത്തിനെ മറമാടുന്നതിൽ നിന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ, അഥവാ മയ്യത്തിനെ പൂർണ്ണമായി മറമാടിക്കഴിഞ്ഞാൽ, മണ്ണെല്ലാം ഇട്ടുകഴിഞ്ഞാൽ, ഖാമ അലാ ഖബ്രിഹി ഹുവ വസ്ഹാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും ആ ഖബറിന്റെ അടുക്കൽ നിൽക്കും. വസഅല ലഹു തസ്ബീത്ത്, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് തസ്ബീത്തിനെ ചോദിക്കുമായിരുന്നു. ഉറപ്പിച്ചു നിർത്തുക എന്ന തസ്ബീത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. വഅമറഹും ബിദാലിക്, അങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഈ തസ്ബീത്തിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഈ തസ്ബീത്ത് ചൊല്ലുന്നത്, അഥവാ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്ന വാക്ക്, അത് സ്ഥിരപ്പെട്ട് ഹദീസിൽ വന്ന വാക്കുകളൊന്നുമല്ല. തസ്ബീത്തിനെ ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസിൽ ഇങ്ങനെയാണ്, ഇസ്തിഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുക. വസലുല്ലാഹ ലഹു തസ്ബീത്ത്, ആ അടിമയ്ക്ക് വേണ്ടി, മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി തസ്ബീത്തിനെ അള്ളാഹുവിനോട് ചോദിക്കുക, ഉറപ്പിച്ചു നിർത്താൻ ചോദിക്കുക. ഫഇന്നഹു അൽആന യുസ്അലു, ഇപ്പോൾ അവൻ ചോദിക്കപ്പെടുന്നുണ്ട്. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. ഖബറിൽ ഒരടിമയോട് ചോദ്യം ചെയ്യപ്പെടും. അതിൽ മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക പോലുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അവന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവന് ഉറച്ചു നിന്ന് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, അവൻ ഇസ്തിഗ്ഫാറിനെ തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ആ ഒരു തേടണം എന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് വാക്കുകൊണ്ടാവാം, ഏത് വാക്കുകൊണ്ടും ആ തേടൽ അവിടെ നടത്താം. പക്ഷേ ഉലമാക്കൾ, അത് സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് അറബി അറിയാത്ത ആളുകൾ, അവർക്ക് തേടാൻ വേണ്ടി പഠിപ്പിച്ച തസ്ബീത്തിനെ ചോദിക്കുന്ന വാക്കുകൾ മാത്രമാണ് എന്ത്, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന തുടങ്ങുന്ന വാക്കുകൾ. അത് തന്നെ തേടണമെന്നില്ല, അത് തന്നെ പറയണമെന്നൊന്നുമില്ല. ആ തസ്ബീത്തിനെ ചോദിക്കുകയാണ് അവിടെ വേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാടുകളിൽ പലപ്പോഴും മയ്യത്തിനെ ഖബറിൽ വെച്ച് മണ്ണിടാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, തസ്ബീത്തിനെ ചൊല്ലിക്കൊണ്ടിരിക്കും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മറമാടിയതിന് ശേഷം, മണ്ണ് പൂർണ്ണമായി ഇട്ടതിന് ശേഷം, അതിൽ നിന്ന് പിരിഞ്ഞു മറമാടുന്ന പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുള്ളത്, ഈ സ്വഹാബികളും ഈ തസ്ബീത്തിനെ ചോദിക്കാറുള്ളത്. അതാണ് ശരിയായ രീതി. അപ്പോൾ ഏത് രീതിയിലും ഏത് വാക്കുകൾ കൊണ്ടും ചോദിക്കാം. പക്ഷേ അറബി അറിയാത്ത ആളുകൾക്കെല്ലാം പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ലഫ്ളുകൾ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. വലം യകുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു യഖറഉ ഇൻദൽ ഖബ്രി. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ആയിരുന്നില്ല ഖബറിന്റെ അടുക്കൽ ഇരിക്കലും. ആ ഖബറിന്റെ അടുക്കൽ ഖുർആൻ പാരായണമാവട്ടെ, അതല്ലാതെ ചില നാടുകളിൽ കാണാം ഖബറിന്റെ അടുക്കൽ പോയി മറമാടിയതിനു ശേഷം ഖബറിന്റെ തലയുടെ ഭാഗത്ത് പോയിട്ട് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് എന്ന് പറയണം, ആ രീതിയിൽ പറയുന്നത്. അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നില്ല. വലാ യുലഖിനുൽ മയ്യിത, അതുപോലെ തന്നെ മയ്യത്തിന് തൽഖീൻ, ഇങ്ങനെ പറയണം, ഇങ്ങനെ മറുപടി പറയണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും, മയ്യത്തിന്റെ അടുക്കൽ പോയി ഇങ്ങനെ മരണപ്പെട്ട മയ്യത്ത് ഖബറിൽ വെക്കുന്ന സമയത്ത് മയ്യത്തിന്റെ ചെവിയുടെ ഭാഗത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹ് എന്ന് പറയണം, ഇമാം ആരാ ചോദിക്കുമ്പോൾ ഖുർആൻ എന്ന് പറയണം, ദീൻ ഏതാ ചോദിച്ചാൽ ഇസ്ലാം എന്ന് പറയണമെന്ന് പറഞ്ഞു കൊടുക്കും. ചില ഉസ്താദ്മാരൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനേക്കാൾ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, ചില നാടുകളിൽ പേപ്പറിൽ എഴുതിയിട്ട് മയ്യത്തിന്റെ ഒപ്പം ഖബറിൽ വെച്ചു കൊടുക്കും. പേപ്പറിൽ എഴുതിയിട്ട് ഒരു വടിയിൽ കുത്തിയിട്ട് മയ്യത്തിന്റെ അടുത്ത് വെക്കും. ഇതിലൊരു രസം ഉണ്ടായിരുന്നു. ഒരിക്കൽ നമ്മുടെ സുഹൃത്ത് വേറൊരു നാട്ടിൽ പോയി. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ല, ചില നാടുകളിൽ. വേറെ നാട്ടിൽ പ്രായമായ കുടുംബത്തിലുള്ളൊരു ഒരു സ്ത്രീ മരണപ്പെട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചത് ഇപ്പം എന്താ കാര്യം ചോദിച്ചു. അത്യാവശ്യം വന്ന് ഉപയോഗിക്കാനാണ് പറഞ്ഞു. ഒരാൾ അത്യാവശ്യം വന്ന് ഉപയോഗിക്കാനാണ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിച്ചു, അല്ല ഈ താത്താക്ക് അറബിയൊക്കെ അറിയോ വായിക്കാൻ? അതായത് അങ്ങനെ അത് ചെയ്യുന്ന ആളുകളുണ്ട്. യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എന്തെങ്കിലും ഉലമാക്കൾ പറഞ്ഞ പോലെ ശിർക്ക് സംഭവിച്ച അവന്റെ അക്കലുകൂടിയും പോകുന്നതാണ്. ഷിർക്കിൽ ഒരുത്തം വീഴുമ്പോൾ അവന്റെ ബുദ്ധി കൂടി ഇല്ലാതാവുന്ന. കാരണം ബുദ്ധി ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഷിർക്കിയില്ല. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ ഇതുമായി കാണാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. അതേസമയം ഇവരിങ്ങനെ ചെയ്യാനുള്ള തെളിവായി പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ മരണാസന്നരായവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഹദീസ്. ഇവിടെ മൗതാക്കും എന്നുള്ള പദത്തിന് മരണപ്പെട്ടവരെന്ന അർത്ഥത്തിലും മരണാസന്നരായവർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം മരണം അടുത്തുള്ള ആളുകളോട് എന്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാന വാക്ക് ഒരു മുസ്ലിമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാൻ മരണപ്പെടുന്ന സമയത്ത് ആ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പ്രോത്സാഹിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. അതാണ് അതിന്റെ ഉദ്ദേശം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്തിട്ടുള്ളത്. അല്ലാതെ മരണപ്പെട്ടു പോയ ഒരാളുടെ ചെവിയിൽ പോയി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയല്ല, പഠിപ്പിച്ചിട്ടില്ല. അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാലത്തുൻ, വഴികേടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊരിക്കലും മയ്യത്ത് കേൾക്കാനും പോകുന്നില്ല, മനസ്സിലാക്കാനും പോകുന്നില്ല, അത് കേട്ട് പറയാനും പോകുന്നില്ല, ഒന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയെല്ലാം ചെയ്യേണ്ടത്. അതുപോലെ വലം യകുൻ മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅലിയത്തുൽ ഖുബൂർ വലാ ബിനാഉഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ട കാര്യമേ അല്ല ഖബറിനെ കെട്ടിപ്പൊക്കുക എന്നുള്ളതും അതിന്റെ മേലെ എടുപ്പുകൾ ഉണ്ടാക്കുക, കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശത്തിൽ പെട്ട കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിട്ടില്ല ഒരിക്കലും. ഖബറിന്റെ ഒരു ഉയരം, ഒരു അളവ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു ശിബർ, മണ്ണൊന്ന് കൂട്ടിയിട്ടിട്ട്
ഒരു ചാണ് വരെ ഖബറാണെന്ന് മനസ്സിലാകാൻ, മറ്റുള്ള സ്ഥലം പോലെ മാറി ഇത് ഖബറാണ് എന്ന് മനസ്സിലാകാൻ ഒരു ചാണ് വരെ മാക്സിമം എന്ത് ചെയ്യാം, പൊന്തിച്ച് മണ്ണ് അതിന്റെ മേലിടാം. അതിനപ്പുറത്തേക്ക് ഉയർത്തുകയോ അതിനപ്പുറത്തേക്ക് കെട്ടിപ്പൊക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശത്തിൽപ്പെട്ട കാര്യമല്ല, പഠിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ കെട്ടിപ്പൊക്കിയ ഖബറുകളെ നിരപ്പാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന്റെ സമയത്തിൽ പറഞ്ഞു, ലാ തദഅ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു ഖബറിനെയും അതിനെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ഖബറിനെയും അതിനെ നിരപ്പാക്കാതെ നീ വിട്ടേക്കരുത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇതേ പണി പറഞ്ഞുകൊണ്ട് അബുൽ ഹയ്യാജ് അൽ അസദി എന്ന സഹാബിയെ പിന്നീട് അയച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ വാക്ക് തന്നെ അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ച ഒരു പണിയെടുക്കാൻ നിന്നെയും ഞാൻ പറഞ്ഞയക്കട്ടെ, നിയോഗിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാ തദ്അ ഖബ്റൻ മുശ്രിഫൻ, ഉയർത്തപ്പെട്ട ഒരു ഖബറും വിട്ടേക്കരുത്, ഇല്ലാ സവൈതഹു, നിരപ്പാക്കാതെ, വലാ സൂറത്തൻ ഇല്ലാ തമസ്തഹ, അതുപോലെ തന്നെ രൂപങ്ങൾ, ചിത്രങ്ങൾ, അതിനെയൊക്കെ മായ്ച്ചു കളയാതെ ഇല്ലാതാക്കാതെ വിട്ടേക്കരുത് എന്ന് അബുൽ ഹയ്യാജ് അൽ അസദി എന്ന സ്വഹാബിയോട് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച പണിയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ പല പേരുകളിൽ ജാറങ്ങൾ, ആ ജാറങ്ങളിൽ ഖബറിനെ കെട്ടിപ്പൊക്കൽ, അതിന്റെ മേലെ കെട്ടിടം പോലെ നിർമ്മിക്കൽ, പ്രത്യേക രൂപത്തിലാക്കൽ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയല്ല, സ്വഹാബികളുടെ മാതൃകയല്ല, അവരത് കാണിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ വലാ തത്വീനുഹ വലാ ബിനാഉൽ ഖിബാബി അലൈഹ, അതുപോലെ തന്നെ മണ്ണിട്ടിട്ട് കൊണ്ട്, കളിമണ്ണൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നതോ അതിന്റെ മേലെ കുബ്ബ ഉണ്ടാക്കുന്നതോ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ജാറങ്ങളിൽ കാണുന്ന പോലെ അതിന്റെ മേലെ 6 രൂപത്തിൽ കുബ്ബ ഉണ്ടാക്കുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. ആളുകളെ ഷിർക്കിലേക്ക് നയിക്കുന്ന, ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഖബറുകളെ കെട്ടിപ്പൊക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഖദ് ബഅസ അലി ഇബ്നു അബി ത്വാലിബ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുകയുണ്ടായി, അല്ലാ യദ്അ തിംസാലൻ ഇല്ലാ തമസഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വാഹു, ഒരു രൂപവും ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ഖബർ, പൊന്തിച്ച ഖബറുകളെ നിരപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അലി റളിയല്ലാഹു അൻഹു നിയോഗിച്ചു. ഫസുന്നതുഹു തസ്വിയതു ഹാദിഹിൽ ഖുബൂരിൽ മുശ്രിഫതി കുല്ലിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉയർത്തപ്പെട്ട ഖബറുകളെല്ലാം നിരപ്പായിക്കൊണ്ട് അത് സാധാരണഗതിയിലാക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. അപ്പൊ നമ്മുടെ നാടുകളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. നബി കൽപ്പിച്ച കാര്യമാണോ എന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അമീർ, അതിന്റെ ഖലീഫ, ആ ഖലീഫയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ നാടുകളിലും പോയി നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ ആ ഭരണാധികാരിയുടെ മേലെയുള്ള ഉത്തരവാദിത്തമാണ് ആ തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള നാട്ടിൽ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഖബറിനെ പ്രത്യേകമായി അടയാളം വെക്കലും അതിനെ കെട്ടിപ്പൊക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ മേലെ നിറം കൊടുക്കലും, ഖബറിന്റെ മേലെ പ്രത്യേകമുള്ള നിറങ്ങൾ കൊടുക്കലും, ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഒരുക്കലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതിന്റെ മേലെ എഴുതി വെക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഖബറിന്റെ മേലെ പേരെഴുതി വെക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അത് ശിർക്കിലേക്ക് നയിക്കാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന ആളുടെ ഖബറാണ് എന്നറിഞ്ഞ്, ഇപ്പോൾ എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ ശിർക്ക് ആരംഭിച്ചത്? എങ്ങനെയാണ്? ഖബറുമെന്നാണ്. സ്വാലിഹ്യങ്ങളുടെ ഖബർ കാണിച്ച് അവരെ ഖബർ മാറിപ്പോവും, അവിടെ ഒരു രൂപം ഉണ്ടാക്കി വെക്കണം, കല്ല് വെക്കണം, വിഗ്രഹം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് രൂപങ്ങൾ ഉണ്ടാക്കി പിന്നെ അങ്ങനെ ശൈത്താൻ ഇബാദത്തിലേക്ക് എത്തിച്ചതാണ്. അപ്പോഴാണ് നൂഹ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെടുന്നത്. ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ അങ്ങനെയാണ് ഷിർക്കിന്റെ ആരംഭം. അപ്പോൾ പേരെഴുതി വെക്കുക, അടയാളം വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടുള്ളത് ഷിർക്കിലേക്ക് നയിക്കപ്പെടും. എന്നിട്ട് പറയാണ്, വകാന യുഅല്ലിമു അൻ അറാദ അൻ യഅരിഫ ഖബ്റഹു ബിസഖറത്തിൻ, ഇനി ആരെങ്കിലും ഈ ഖബറിനെ അറിയണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്
എങ്ങനെ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? കല്ലുകൾ വെച്ചുകൊണ്ട്, കല്ല് മാത്രം വെച്ചുകൊണ്ട് ആ കല്ലിന്റെ രൂപം കൊണ്ടോ കല്ലിന്റെ ആ എണ്ണം കൊണ്ടോ എല്ലാമാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മള് മുഅല്ല അല്ലെങ്കിൽ മുഅല്ല മക്കയിലെ ഖബർസ്ഥാൻ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഖബറിന്റെ മേലെ ഇങ്ങനെ എണ്ണം വെച്ചിട്ടുണ്ടാവും. ആണാണെങ്കിൽ ഒരു വലിയ കല്ല്, പെണ്ണാണെങ്കിൽ 2 കല്ല്, കുട്ടികളാണെങ്കിൽ 3 കല്ല്, അങ്ങനെ കല്ലിന്റെ എണ്ണം വെച്ചിട്ടുണ്ടാവും ഖബർ മനസ്സിലാക്കാനൊക്കെ. അങ്ങനെ കല്ല് വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ പേര് എഴുതാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാടുകളിൽ ധാരാളമായി കാണുന്നതാണ്. എന്നാൽ അത് ഒഴിവാക്കി അല്ലാതെ കല്ലുകൊണ്ടുള്ള അടയാളങ്ങളാണ് വെക്കേണ്ടത്. അതുപോലെ വനഹാ അനിത്തിഖാദിൽ ഖുബൂരി മസാജിദ, അതുപോലെ ഖബറുകളെ മസ്ജിദുകളാക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഖബറുകളെ മസ്ജിദുകളാക്കുന്ന വിരോധിച്ചിട്ടുണ്ട്. 2 രീതിയിലാണ് ഖബറിനെ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ. ഒന്ന്, ആ ഖബറിന്റെ അടുക്കൽ പോയി അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കുക എന്നുള്ളത്. നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥലമാണോ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നത് അതെന്താണ്? മസ്ജിദാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ രീതിയിൽ ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുക അത് വിരോധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഒരു ഖബറിന്റെ മേലെ മസ്ജിദിനെ ഉണ്ടാക്കുക, നിർമ്മിക്കുക എന്നുള്ളത്. അതായത് ഒരു ഖബർ കണ്ടെത്തി ആ ഖബറിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അതിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കുക എന്ന്. ആ മസ്ജിദിൽ നിസ്കരിക്കാനേ പാടില്ല. ആ മസ്ജിദിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിസ്കരിക്കാനേ പാടില്ല. ഖബറിന്റെ മേലെ നിർമ്മിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു ഖബറിന്റെ മേലെ നിർമ്മിച്ചിട്ടുള്ള മസ്ജിദിന്റെ മേലെ നിസ്കരിക്കാനേ പാടില്ല. അല്ലാതെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഈ 2 രീതിയിലും ഖബറിനെ മസ്ജിദായി തെരഞ്ഞെടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂതന്മാരെയും നസാറാക്കളെയും അള്ളാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറിന്റെ മുകളിലായി മസ്ജിദുകളെ നിർമ്മിക്കുമായിരുന്നു. അവരവിടെ മസ്ജിദുകളെ നിർമ്മിക്കുമായിരുന്നു. അത് മുൻഗാമികളുടെ ഒരു രീതിയായിരുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലൊക്കെ കാണാം, ആ ഗുഹാവാസികൾ അവർ കടന്ന ഗുഹയുടെ സ്ഥലം, അതിൽ ചില ആളുകൾ അഭിപ്രായപ്പെട്ട എന്താ, അവിടെ നമുക്ക് മസ്ജിദ് ഉണ്ടാക്കാം. അപ്പൊ സ്വാലിഹീങ്ങൾ മരണപ്പെട്ട സ്ഥലം, അമ്പിയാക്കൾ മരണപ്പെട്ട സ്ഥലം, അതിനെല്ലാം മസ്ജിദായി തെരഞ്ഞെടുക്കുക എന്നുള്ളത് ജൂത നസാറാക്കളുടെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ശാപമുണ്ടാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയും, ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കുന്നതും അതിനെ മസ്ജിദാക്കുന്നതും ഇത്രയധികം ഗൗരവത്തിൽ വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ ഖബറാളികളോട് പോയി പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, രക്ഷ തേടുന്ന, ഇസ്തിഗാസ നടത്തുന്ന, വിഷമങ്ങൾ പറയുന്നത് എത്ര വലിയ കുറ്റമായിരിക്കും, എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും. ഇതെന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. കിതാബ് തൗഹീദിലൊക്കെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബാബായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഖബറിന്റെ അടുക്കൽ പോയി ഇങ്ങനെ ചെയ്യുന്നതന്നെ വലിയ കുറ്റാണ്. അപ്പൊ നേരെ അത് ഇബാദത്ത് ചെയ്യുന്നതോ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ മസ്ജിദാക്കുന്ന വിരോധിച്ചിട്ടുണ്ട്. വഇഖാദി സുറുജി അലൈഹാ വലഅന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഇലഹു, അതുപോലെ ഖബറിന്റെ അടുക്കൽ വിളക്ക് കത്തിച്ചു വെക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. വിളക്ക് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ളതാണെങ്കിലും, പ്രത്യേകം അലങ്കരിച്ചുകൊണ്ട് പല നിറങ്ങളിലുള്ളതാവട്ടെ, അല്ലാതെ വിളക്ക് കത്തിക്കുന്നതാവട്ടെ, അങ്ങനെയുള്ള വെളിച്ചം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വെളിച്ചം വെക്കുന്നതാവട്ടെ, അങ്ങനെ കളർ ഉള്ളതോ ഏത് തരത്തിലാവട്ടെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം തൗഹീദിനെ സംരക്ഷിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടുള്ളത്. അവസാന സമയത്ത് വരെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമാകുന്ന കാര്യങ്ങളെ കുറിച്ച് താക്കീത് ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ളത്, ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിറങ്ങൾ കൊടുത്ത് ലൈറ്റുകൾ തെളിച്ച് വിളക്കുകൾ കത്തിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. വനഹാ അനിസ് സ്വലാത്തി ഇലൈഹ, അതുപോലെ ഖബറിനെ ഖിബിലയുടെ ഭാഗത്താക്കി അല്ലെങ്കിൽ ഖിബിലയുടെ മുമ്പിൽ ഖബർ അതിന്റെ മുമ്പിലായിക്കൊണ്ട് നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. ഖബറിന്റെ നേരെയാക്കിക്കൊണ്ട് ഖബറിന്റെ മുമ്പിലായിക്കൊണ്ട് നേരെ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. ഇവിടെ ചില ആളുകൾക്കുണ്ടാകുന്ന സംശയം, ഖബറിന്റെ അടുക്കൽ നേരെ പോയി നിസ്കരിക്കുന്നതാണ് വിരോധിച്ചിട്ടുള്ളത്. ഇപ്പൊ ചില നാടുകളിൽ മസ്ജിദിനുമായി ബന്ധപ്പെട്ട് തന്നെ ഖബറിസ്ഥാനൊക്കെ ഉണ്ടാവും, അവിടെ നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
പക്ഷെ ഖബറിന്റെ നേരെ ആക്കിക്കൊണ്ട് ആ ഖബറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതാണ് വിരോധിച്ചിട്ടുള്ളത്. സാധാരണ മസ്ജിദിന്റെ അടുത്തല്ല ഖബർസ്ഥാൻ ഉണ്ടാകേണ്ടത്, അതിനായിട്ട് വേറെ പ്രദേശമാണ് വേണ്ടത്. പക്ഷെ ചില സൗകര്യം കുറവുകൾ കാരണത്താൽ മസ്ജിദിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഖബറുകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ ജാറമല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ രീതിയിലുള്ള മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള ഖബർസ്ഥാൻ ഉണ്ടാവും. ആ മസ്ജിദിൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പ്രത്യേകമായിട്ട് ജാറം പോലെ ഒരു ഖബറിനെ തെരഞ്ഞെടുത്ത് അങ്ങനെയുള്ള മസ്ജിദുകളിലാണ് നിസ്കരിക്കുന്നത് വിരോധിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു ഖബറിന് നേരെ പോയി നിസ്കരിക്കുന്നതാണ് വിരോധിച്ചിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ഈദാക്കി ഒരു ആഘോഷ സ്ഥലമായിട്ട്, ഈദ് എന്ന് പറഞ്ഞാൽ മടങ്ങി മടങ്ങി വരുന്ന ആഘോഷം എന്നുള്ളത് അർത്ഥം. അതായത് കൃത്യമായി മടങ്ങി ആവർത്തിച്ച് വരുന്ന, ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ ഈദുൽ ഉസ്ബുആൻ, ആഴ്ചയിലെ ഈദാണ്. കാരണം ഓരോ ആഴ്ചയും അത് അതുപോലെ വരും. അതുപോലെ 2 ഈദുകൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, എല്ലാ കൊല്ലത്തിലും ശവ്വാൽ 1-നും ദുൽഹിജ്ജ 10-നും അത് ആവർത്തിച്ചു വരുന്നതാണ്. അതിനാണ് ഈദ് പറയാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന, ആഘോഷങ്ങൾ നടത്തുന്ന, കൃത്യമായി അത് ആവർത്തിച്ച് വരുന്ന രീതിയിൽ ഖബർ ആക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസിൽ കാണാം, ലാ തത്തഖിദു ഖബരി ഈദ, എന്റെ ഖബറിനെ ഒരു ഈദാക്കി, ഒരു ആഘോഷ സ്ഥലമാക്കി ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമായി മാറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ അങ്ങനെ ആക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. എത്രയോ അറിഞ്ഞും അറിയാത്തതുമായിട്ടുള്ള ആളുകളുടെ, മുസ്ലിമാണോ കാഫിറാണോ എന്ന് തന്നെ ഉറപ്പില്ലാത്ത ആളുകളുടെ ഖബറുകളുടെ അടുക്കൽ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ് ആഘോഷമാക്കി അതിൽ പല ഹറാമുകളും കൊണ്ട് നടന്ന് പച്ചയായ ശിർക്ക് ചെയ്യുന്ന, ശിർക്കും അതിനപ്പുറത്തേക്ക് മാസിയത്തുകളും എല്ലാം ഉണ്ടാകുന്ന കുഫാറുകളോട് അങ്ങേയറ്റം സാദൃശ്യപ്പെടുന്ന രീതിയിൽ മുസ്ലിം സമൂഹം ആഘോഷിക്കുന്ന ഈ കാര്യങ്ങൾ ഇതൊരിക്കലും ഇസ്ലാമിലുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ഈ ജൂത നസാറാക്കളെ ശപിക്കുന്നത്, ഈ ഖബറിനെ മസ്ജിദാക്കുന്നതും അങ്ങനെയൊക്കെ ശപിക്കുന്നത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരാളെ പോലും ആയിഷ റളിയല്ലാഹുവിന്റെ മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് പ്രവേശിപ്പിച്ചിട്ടില്ല. ഒരു സ്വഹാബി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലേക്ക് ആയിഷ റളിയല്ലാഹു എന്ത് ചെയ്തിട്ടില്ല, പ്രവേശിപ്പിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു, റസൂലുള്ള ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടാണ് ഒരാളും കയറ്റാത്തത്. റസൂലുള്ളാഹിന്റെ ഖബർ എവിടെയുള്ളത്? ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. അവിടെ കയറണമെങ്കിൽ എന്ത് വേണം? ആയിഷ റളിയല്ലാഹുവിന്റെ അനുവാദം വേണം. ആയിഷ റളിയല്ലാഹു ഒരാളെയും പ്രവേശിപ്പിച്ചിട്ടില്ല. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട്, അള്ളാഹിന്റെ സുന്നത്താണ്, അത്രയും കാലം സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് പിൽക്കാലത്ത് ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾ അതുപോലെ തന്നെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അത് ആർക്കും കയറാനോ ആർക്കും കാണാനോ അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത രീതിയിൽ തന്നെ സംരക്ഷിച്ച് ഈ ഇത്രയും കാലം പോന്നിട്ടുണ്ട്. അടുത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ഒരുമിച്ച് കൂടുക എന്നെല്ലാം പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് പ്രത്യേകം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയിട്ട് തന്നെ സലാം പറയണം എന്നൊരു ധാരണ പൊതുവെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി ഹൈസു കുൻതും, നിങ്ങൾ എൻ്റെ മേലെ സ്വലാത്ത് ചെല്ലുക, അതുപോലെ തന്നെ സലാം പറയുക, നിങ്ങൾ എവിടെ ആണെങ്കിലും അത് എൻ്റെ അടുക്കൽ എത്തിക്കപ്പെടുമെന്നുള്ളതാണ്. ഇവിടെ സഹാബികളുടെ രീതി ആയിരുന്നില്ല ദിവസവും പോയിട്ട് അല്ലെങ്കിൽ എപ്പോഴും പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയുക എന്നുള്ളത്. സഹാബികൾ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെയാണ് പ്രത്യേകം ഖബറിന്റെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ സലാം പറയാറുണ്ടായിരുന്നത്. ഒരു സംഭവം കാണാം ചരിത്രത്തിൽ. ഒരിക്കൽ ഒരു വ്യക്തി ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ ചെല്ലുന്നതും അവിടെ ചെല്ലുന്നതൊക്കെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളിൽ അടുത്ത കുടുംബക്കാരായിട്ടുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ കാണുകയുണ്ടായി. അപ്പോൾ ഒരു ദിവസം അയാളിങ്ങനെ ഖബറിന്റെ അടുക്കലുള്ള മതിലിന്റെ ചുമരിന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, മാദാ തസ്നഅ, നീ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. അവര് കുടുംബക്കാർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉസല്ലിമു അലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാനെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ആളുകൾ നബിയുടെ കുടുംബക്കാരായിട്ടുള്ള പേരക്കുട്ടികളുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെ ആയിരുന്നാലും അവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ അടുക്കൽ എത്തിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇവർ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു, മാ അൻത വമൻ ബിൽ അൻദലൂസ് ഇല്ലാ സിവ, അതായത് നീയാവട്ടെ അന്ദലുസിൽ അഥവാ അന്നത്തെ സ്പെയിനിൽ അവിടെ നിന്ന് പറയുന്ന ഒരാളാവട്ടെ രണ്ടുപേരെയും സലാമും സ്വലാത്തും ഒരുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിക്കപ്പെടുക എന്ന് പറഞ്ഞു കൊടുക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചെല്ലണം, സലാം ചെല്ലണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ പ്രത്യേകമായിട്ട് ഒരു കാര്യമായി എടുക്കുന്നതിനെ മുൻപ് കാലം മുതലേ ഉലമാക്കൾ അതിനെ ഗൗരവത്തിൽ എടുത്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തുഹാനൽ ഖുബൂറു വതുതഅ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്, ഖബറിനെ നിന്ദിക്കാൻ പാടില്ല. ഖബറിനെ, ഒരു മുസ്ലിമിന്റെ ഖബറിനെ ഒരു നിന്ദിച്ചുകൊണ്ട് വില കുറഞ്ഞൊരു ഖബറായിട്ട് ഒരു നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്റെ മേലെ ചവിട്ടി നടക്കാൻ പാടില്ല. വയുജ്ലസു അലൈഹ, അതിന്റെ മേലെ ഇരിക്കാൻ പാടില്ല. വയുത്തക അലൈഹ, അതിന്റെ മേലെ ചാരി ഇരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഖബറിനെ ഒരു പരിധി വിട്ട് പുകഴ്ത്താനും ഇതുപോലെ കെട്ടിപ്പൊക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനെ നിന്ദിക്കാനോ അല്ലെങ്കിൽ അതിനെ ആ രീതിയിലാക്കാനോ പാടില്ല. അതിന് കൊടുക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതിന്റെ മേലെ കൂടെ ചവിട്ടി നടക്കരുത്, അതിന്റെ മേലെ ഇരിക്കരുത്, അതിന്റെ മേലെ ചാരി നിൽക്കരുത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിമിന് കൊടുക്കുന്ന ഒരു ആദരവ് പോലെ ആ ഖബറിനും ആദരവ് കൊടുക്കേണ്ടത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഖബറയിലൂടെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സുന്നത്താണ് ചെരുപ്പ് ഊരിയിട്ട് വേണം നടക്കാൻ. ചെരുപ്പിട്ടിട്ട് കൊണ്ടല്ല മഖബറയിലൂടെ നടക്കേണ്ടത്, ചെരുപ്പ് ഊരിയിട്ടാണ്. വല്ല ബുദ്ധിമുട്ടില്ല എങ്കിൽ, കല്ലോ മുള്ളോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെരുപ്പിടാം, അല്ല എങ്കിൽ ചെരുപ്പിടാതെയാണ് മഖബറുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ നടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി ചെരുപ്പിട്ട് നടക്കുന്നുണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട് വലിച്ചെറിയാൻ പറഞ്ഞു. ചെരുപ്പ് ഒഴിവാക്കിയിട്ട് നടക്കാൻ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അതുപോലെ വലാ തുഅല്ലമ ബിഹൈസു തുത്തഖദു മസാജിദ വഇയാദൻ വഔഥാനൻ, അതുപോലെ തന്നെ പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈദിന്റെ സ്ഥലമായി മസാജിദായി അങ്ങനെ വിഗ്രഹങ്ങളായി എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മസ്ജിദ് ഖബറുകളെ ആക്കിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ ശിർക്കിന്റെ തുടക്കം തന്നെ ഈ ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഖബറിനോടുള്ള അമിതമായിട്ടുള്ള ഒരു താല്പര്യവും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ശിർക്ക് എത്തിച്ചേരാനുള്ള കാരണം. ഇനി വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറു ഖുബൂറ അസ്ഹാബിഹി ലിദ്ദുആഇ ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബികളുടെ ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. വലിസ്തിഗ്ഫാരി ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ. വഹാദിഹി ഹിയ അസിയാറത്തു ലത്തി സന്നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള സിയാറത്താണ്. അഥവാ ഖബറിനെ സിയാറത്ത് ചെയ്യലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് വിരോധിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകളെ സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും വന്നിട്ട് ആളുകളാണ്, തൗഹീദ് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ വീണ്ടും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് പറഞ്ഞു അലാ ഫസൂറുഹ, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചു കൊള്ളുക ഖബറുകളെ. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഖബറുകളെ സന്ദർശിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും അത് ചിലപ്പോ ചില ആളുകൾ തീരെ ഖബർ സന്ദർശിക്കാതെ, നമ്മുടെ കുടുംബക്കാരുണ്ടെങ്കിൽ അങ്ങനെ പൊതുവായിട്ട് മുസ്ലിമീങ്ങളുടെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ പോകണം. അബൂദർദാ റളിയല്ലാഹുവിന് ഒരു രീതി ഉണ്ടായിരുന്നു. അബൂദർദാ റളിയല്ലാഹു ഇടയ്ക്കൊക്കെ ഇതുപോലെ മഖ്ബറകളിൽ പോയി ഇരിക്കും. അപ്പൊ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചാൽ പറയും, ഇവരാണ് എന്നെക്കുറിച്ച്, ഞാനിവിടുന്ന് എണീറ്റ് പോയാൽ എന്നെക്കുറിച്ച് പരദൂഷണോ ഏഷണിയോ ഒന്നും പറയാത്തവരും എന്നെ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നവരും ഇവരാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ അവസാനമായിട്ടൊരു ഖബറിനെ സിയാറത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അവരോട് സലാം പറയാൻ, പരലോകത്തെ ഒന്ന് ഓർക്കണമെന്ന നിലക്ക് നമ്മെ പോലെ ജീവിച്ചു പോയ ആളുകളാണ് ഇവർ, ഇന്ന് ഖബറിനടിയിലാണ്, നാളെ ഞാനും അവിടെ എത്തേണ്ടതാണ് എന്നുള്ളൊരു ഓർമ്മ പുതുക്കാൻ നമ്മൾ എന്നാണ് അവസാനമായി പോയതെന്ന് സ്വയം ആലോചിച്ച് വെക്കുക.
ഇടക്കൊക്കെ പോകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് തേടാറുണ്ടായിരുന്നു, അവരോട് പോയിട്ട് സലാം പറയുന്ന ദുആ അറിയാലോ വരുന്നുണ്ട്, പിന്നെ പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് പരലോകത്തെ ഓർക്കാൻ വേണ്ടിയിട്ടും ആ ഖബറാളികൾക്ക് വേണ്ടി ദുആവും ഇസ്തിഗ്ഫാറും ചെയ്യാൻ വേണ്ടിയിട്ട്. വഅമറഹും ഇദാ സാറൂഹ അൻ യഖൂലു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു ഖബറുകളെ സന്ദർശിക്കുമ്പോൾ പറയാൻ, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായിട്ടുള്ള ഈ ഭവനത്തിന്റെ ആളുകളായിട്ടുള്ളവരെ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ടാവട്ടെ. വഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ, തീർച്ച ഞങ്ങളും നിങ്ങളിലേക്ക് വൈകാതെ തന്നെ ചേർക്കപ്പെടുന്നവരാണ്, നിങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തുന്നവരാണ്. നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ, നമുക്കും നിങ്ങൾക്കും അള്ളാഹുവിനോട് ഞങ്ങൾ ആഫിയത്തിനെ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. ആഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മരണപ്പെട്ടവർക്ക് ആഫിയത്ത് വേണം, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് വേണം. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിൽ പോയിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക, ഇടയ്ക്കൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുക. അതിന് പ്രത്യേക ഒരു സമയം തിരഞ്ഞെടുത്ത് ദിവസം തിരഞ്ഞെടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പരലോകത്തെ ഓർമ്മിക്കാൻ വേണ്ടി, മരണത്തെ ഓർമ്മിക്കാൻ വേണ്ടി, നാളെ ഞാനിതാ ഇതേപോലൊരു സ്ഥലത്ത് കിടക്കണമല്ലോ എന്ന് സ്വയം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. ഒരിക്കൽ ഈ ഖബറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജമലോ സിഫീൻ യുദ്ധമോ കഴിഞ്ഞിട്ട് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൂഫയിൽ ഒരു മക്ബറയിലെത്തി. ആദ്യം ഖബ്ബാബ് ബിൻ അറസ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കൽ എത്തി, കഴിഞ്ഞിട്ട് കൂഫയുടെ പൊതുവായിട്ടുള്ള ഖബർസ്ഥാനിലെത്തി. അവിടെ എത്തിയിട്ട് അദ്ദേഹം ഇതുപോലെ പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരിൽ മുഅ്മിനീൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, അമ്മ സൗജാത്തു ഫഖദ് നുക്ഹത്, നിങ്ങളുടെ ഇണകളൊക്കെ, നിങ്ങളുടെ ഭാര്യമാരൊക്കെ വേറെ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. വമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, നിങ്ങളുടെ സമ്പത്തൊക്കെ വീതം വെച്ച് കഴിഞ്ഞ അനന്തരാവകാശികൾ എടുത്തിട്ടുണ്ട്. വമ്മ ദിയാറു ഫഖദ് സുക്കിനത്, നിങ്ങൾ ഉണ്ടാക്കിയ ഭവനങ്ങളിലൊക്കെ വേറെ ആളുകൾ താമസമാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഖബറു മാ ഇൻദന, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത. വമാ ഖബറു മാ ഇൻദക്കും, നിങ്ങളുടെ അടുക്കൽ ഞങ്ങളെ അറിയിക്കാനുള്ള വാർത്ത എന്താണ് എന്ന് ചോദിച്ചു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഒപ്പമുണ്ടായിരുന്ന ആളുകളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അവരെങ്ങാനും സംസാരിച്ചിരുന്നുവെങ്കിൽ ലൗ അന്നഹും തകല്ലമു, അവരെങ്ങാനും സംസാരിച്ചിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, വജദ്നാ ഖൈറസ്സാദി തഖ്വ, ഞങ്ങൾക്കിന്ന് മനസ്സിലായി ഏറ്റവും നല്ല വിഭവം ദുനിയാവിൽ ഒരുക്കാൻ പറ്റിയത് തഖ്വയാണ് എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവർ പറയുമായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പം മക്ബറുകളെ സന്ദർശിക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങൾ ഓർമ്മിക്കാൻ വരും. സാധിക്കുമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് സന്ദർശിക്കുക. കുറെ ആളുകളൊക്കെ പോകുമ്പോൾ വേറെ സംസാരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ മരണവും പരലോകമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ട് പൊതുവായിട്ട് നമ്മുടെ കുടുംബക്കാരെ പോവാം, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മുസ്ലിമീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി അവർക്ക് പൊതുവായി ദുആ ചെയ്ത് പരലോകത്തെക്കുറിച്ച് ഓർക്കുന്നത് വളരെയധികം ഉപകരിക്കും, നമ്മുടെ ഈമാനിന് വളരെയധികം ഉപകരിക്കും. വകാന യഖൂലു വയഫഅലു ഇൻദ സിയാറതിഹാ മിൻ ജിൻസി മാ യഖൂലുഹു ഇൻദ സ്വലാത്തി അലൽ മയ്യിത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിയാറത്തിൽ ചെയ്യാറുള്ളതും പ്രവർത്തിക്കാറുള്ളതുമായ കാര്യങ്ങൾ ഏതുപോലത്തെയാണ്? മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൂലേ, അപ്പം എന്താണോ ചെയ്യാറുള്ളത് അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അഥവാ മയ്യത്തിന്റെ നിസ്കാരത്തിൽ എന്താ ഉള്ളത്? മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടലും ദുആ ചെയ്യലും അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖബറിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അങ്ങനെയുള്ള ദുആകൾ ചെയ്യുക, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ ചെയ്യുക. ഇതൊക്കെ ഖബറിനെ സന്ദർശിക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. ഇനി മയ്യിത്ത് നിസ്കാരത്തിന്റെ ദുആകൾ പോലും ആ സമയത്ത് ചൊല്ലാം എന്ന് ഉലമാക്കൾ പറഞ്ഞു കാണാം. അതായത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫി വഅഫു അൻഹു എന്നുള്ള ദുആകളൊക്കെ അതിനുശേഷം അവിടുന്ന് ഖബറിന്റെ അടുക്കൽ പോയിട്ടും ആ ദുആകൾ ചൊല്ലാവുന്നതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഅബൽ മുശ്രികൂന ഇല്ലാ ദുആഅൽ മയ്യിതി വൽ ഇശ്റാക ബിഹി വസുആലഹു ലഹവായിജ് വൽ ഇസ്തിആനത ബിഹി വത്തവജ്ജുഹ ഇലൈഹി. എന്നാൽ മുശ്രിക്കീങ്ങളുടെ അവസ്ഥ എന്താണ്? മുശ്രിക്കീങ്ങളുടെ അവസ്ഥ, അവർ ഇതെല്ലാം ഒഴിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞതും അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞതും പരലോകത്തെ ഓർക്കാൻ പറഞ്ഞതും ഇതൊക്കെ ഒഴിവാക്കി. അവരോട് പ്രത്യേകം സലാം പറയാൻ പറഞ്ഞ ആ ദുആ ഒക്കെ ഒഴിവാക്കി. പിന്നെ അവർ ചെയ്തത് എന്താ? അവർ മയ്യത്തിനോട് ദുആ ചെയ്യാൻ തുടങ്ങി.
ആ മയ്യത്തിനെ പങ്കു ചേർക്കാൻ തുടങ്ങി, അവരോട് ആവശ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, അവരോട് സഹായം തേടാൻ തുടങ്ങി, അതുപോലെ തന്നെ അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഇതാണ് മുശ്രിക്കീങ്ങൾക്ക് സംഭവിച്ചത്. അപ്പൊ ഖബറുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക ഇവിടെ ഉണ്ട്. ഖബറുമായിട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുശ്രിക്കീങ്ങൾ, ശിർക്കിന്റെ ആളുകൾ അത് വിട്ടിട്ട് ഖബറിന്റെ അടുക്കൽ പോയി അവരുടെ വേവലാതി പറയല്, ദുആ ചെയ്യല്, സങ്കടപ്പെടല്, കരച്ചല്, അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വറക്കത്തെടുക്കല്, അവിടുത്തെ മണ്ണ് തിന്നല്, അവിടെ വിളക്കെത്തിച്ച് എണ്ണ കുടിക്കല്, തലേ തേക്കല്, എന്തൊക്കെ കാര്യങ്ങളാ. വേറെ വല്ല മതക്കാരും കണ്ട് അവര് തോറ്റുപോകും. അവർക്ക് വരെ ലജ്ജ പോകുന്ന രീതിയിലാണ് മുസ്ലിം സമൂഹം പല ഇതുപോലുള്ള ഖബറുകളുടെ അടുക്കലും ജാറത്തിന്റെ അടുക്കലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അഖ്സു ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയ്ക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, അതിനൊക്കെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫഇന്നമാ ഹുവ ഹദിയു തൗഹീദിൻ വഇഹ്സാനിൻ ഇലൽ മയ്യിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പറഞ്ഞ തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, സഹായം ചോദിക്കുക, രക്ഷ തേടുക, ആവശ്യങ്ങൾ ചോദിക്കുക, വിഷമങ്ങൾ പറയുക, എല്ലാം അള്ളാഹുവിനോട് മാത്രം. മയ്യത്തിനോടുള്ള എന്താണ്? ഇഹ്സാനിൻ ഇലൽ മയ്യിത്ത്, മയ്യത്തിനോട് ഇഹ്സാൻ ചെയ്യാണ്. അഥവാ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അതുപോലുള്ള കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅസിയതു അഹ്ലിൽ മയ്യിത്ത്, മയ്യിത്തിന്റെ കുടുംബക്കാരെ തഅസിയത്ത് ചെയ്യുക. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക, അവരെ ഒന്ന് ഉറപ്പിച്ചു നിർത്തുക, അവരെ ഒന്ന് പിന്താങ്ങുക. അതായത് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ നമ്മുടെ മക്കളോ ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ വെച്ച് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ആ മയ്യത്തിന്റെ കുടുംബക്കാരെ സമാധാനിപ്പിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള വാക്കുകൾ പറയുക, അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർക്ക് നല്ല പ്രതീക്ഷയേകുന്ന വാക്കുകൾ, അതുപോലെ തന്നെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, ഖൈറിനെ പ്രതീക്ഷിക്കാൻ പറയുക, അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ തഅസിയത്തിന് രീതിയാണ്. അത് നേരിട്ട് പോയിട്ട് ചെയ്യലാണ് അന്ന് കാലത്തെ രീതി. ഇനിയിപ്പോൾ കുറെ ദൂരത്തുള്ള ആളുകളാണെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ ഫോണിലൂടെയോ എങ്ങനെയൊക്കെയാണോ അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽ പെട്ടത്. അതിനൊരു ദുആ ഉണ്ട്, ഒരു വാക്കുണ്ട്, തഅസിയത്തിന്റെ ദുആ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്. അത് എന്താണ്? ഇന്നലില്ലാഹി മാ അഖദ വമാ അത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫസ്ബിർ വഹ്തസിബ്. അള്ളാഹുവിൻ്റെതാണ് നൽകിയതും പിടിച്ചു വെച്ചതും. അള്ളാഹുവിന് ഓരോ കാര്യത്തിനും കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ക്ഷമിക്കുക, പ്രതിഫലം പ്രതീക്ഷിക്കുക എന്ന് ഈ ദുആ പറഞ്ഞൊരു സന്ദർഭമുണ്ട്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ ശ്രേഷ്ഠരായിട്ടുള്ള സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ മുആദ്, അതുപോലെ മറ്റു ചില ശ്രേഷ്ഠരായ സഹാബികളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ അടുക്കൽ നിന്ന് ഒരാൾ വേഗം ഓടി വന്ന്, ജോലിക്കാരനോ അലിമയോ മറ്റൊരാരോ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരക്കുട്ടി, മകളുടെ കുട്ടി മരിക്കാനായിട്ടുണ്ട്, നിങ്ങളോടൊന്ന് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വല്ലിപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളോട് പറയ് ഇന്നലില്ലാഹി മാ ഖദ, ഈ ദുആ പറഞ്ഞു. എന്നിട്ട് ഫൽ തസ്ബിർ വൽ തഹ്തസിബ്, അവളോട് ക്ഷമിക്കാൻ പറയ്, പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറയെന്ന് പറഞ്ഞു. അങ്ങനെ അടിമ പോയിട്ട് വീണ്ടും മകളുടെ അടുക്കൽ പോയി, നിങ്ങളോട് എന്തായാലും വരണം എന്നാണ് മോള് പറയുന്നത്, നിങ്ങളൊന്ന് വരണം പറഞ്ഞു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികളും കൂട്ടിയിട്ട് പോയി. അപ്പോഴേക്കും കുട്ടി മരണത്തിന്റെ അവസാനത്തെ ഗർഗറിലാണ്, അവസാനത്തെ ശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലെടുത്ത് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ണീര് ഒഴുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഈ ദുആ ആരെങ്കിലും മരണപ്പെട്ട അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു വാക്കായിട്ടുള്ളതാണ്, ക്ഷമിക്കാനും പ്രതിഫലം പ്രതീക്ഷിക്കാനും പറയുക എന്നുള്ളത്. അപ്പോൾ മരണപ്പെട്ട ആളുകളുടെ കുടുംബക്കാരെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. വലം യകുൻ മിൻ ഹദിഹി അൻ യജ്തമിഅ ലിൽ അസാഇ, അതേ സമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ട കാര്യമല്ല ആശ്വസിപ്പിക്കുക എന്ന പേരും പറഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു പരിപാടി ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് മരണപ്പെട്ട വീട്ടിൽ, നമ്മുടെ നാടുകൾ കാണാം, 3-ന്റെ അന്ന് 7-ഓ 14-ഓ അങ്ങനെ 40-ഓ, ചില നാടുകളിൽ ഞാൻ ലക്ഷദ്വീപിലൊക്കെ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ ഇതും കണ്ടിട്ടില്ല. മരണപ്പെട്ട ദിവസം മുതൽ 40 ദിവസം വരെ, കേരളത്തിൽ ഉണ്ടാവുമായിരിക്കാം, 40 ദിവസം വരെ ദിവസവും വൈകുന്നേരങ്ങളിൽ
അവിടെ മരണപ്പെട്ട വീടിന്റെ മുമ്പിൽ പന്തലെട്ടിണ്ടാവും. ആ 40 ദിവസം വൈകുന്നേരങ്ങൾ പരിപാടി ഉണ്ടാവും. ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ചായയും കടിയും ഭക്ഷണവും ഇതൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടാവും. അത് ഈ പേരും പറഞ്ഞിട്ടാണ്, മരണപ്പെട്ട ആളുകളെ ആശ്വസിപ്പിക്കുക എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടാവുക. അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. വയഖറഅ ലഹുൽ ഖുർആൻ, അതുപോലെ തന്നെ ഖബറിന്റെ അടുക്കൽ പോയിട്ടോ അല്ലെങ്കിൽ ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടോ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്ത് ഹദി ചെയ്യുക, 1 ഖത്തം 2 ഖത്തം, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു രീതിയാണ് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, വീട്ടിൽ വല്ല പ്രായമുള്ളവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളും പേരക്കുട്ടികളൊക്കെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഒരാൾ ആദ്യത്തെ 3 ജ്യൂസ് ഓതാം, പിന്നെ ആൾ 5 ജ്യൂസ് ഓതാം, പിന്നെ ആൾ 6 ജ്യൂസ് ആം. അപ്പോൾ 1 ഖത്തായി. അടുത്ത ഖത്തം ഒരാൾ ഇത്ര ഓതാം, അങ്ങനെ 10 ആൾ കൂടിയിട്ട് ഏറ്റെടുത്തിട്ട് അങ്ങനെ ഖത്തം ഓതി തീർക്കുന്ന ഒരു പരിപാടി എവിടുന്ന് തുടങ്ങി കിട്ടിയതാണ് അല്ലാഹു അലം. അങ്ങനെ ഖുർആൻ ഓതി ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ലാ ഇൻദ ഖബ്രിഹി വലാ ഗൈരിഹി, അത് ഖബറിന്റെ അടുക്കലാണെങ്കിലും ശരി അതല്ലാത്താണെങ്കിലും ശരി. ഖബറിന്റെ അടുക്കൽ ഓതുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഇപ്പൊ അധികമല്ല തോന്നുന്നു. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിന്റെ അടുക്ക് ചെറിയൊരു ഓല കൊണ്ടൊക്കെ, പണ്ടത്തെ പോലെ ഓല കൊണ്ടൊക്കെ കെട്ടും. എന്നിട്ട് അവിടെ നിന്നിട്ട് 40 ദിവസം തോന്നുന്നു, എത്ര ദിവസം അറിയില്ല, തുടർച്ചയായി ഖുർആൻ ഓതും. അതെ, ഒരാള് പകൽ ഓതിക്കഴിഞ്ഞാൽ എത്ര സമയം ഓതിക്കഴിഞ്ഞാൽ അടുത്ത ആൾ വരും, അയാൾ ഓതും. രാത്രി ഓതും, ഉറങ്ങൂല, ഓത്ത് നിർത്തൂല, തുടർച്ചയായി ഓതിക്കൊണ്ടേയിരിക്കും. അത് പൈസ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ പൈസ കൊടുത്തിട്ട് പിന്നെ പള്ളിദർശയിലെ കുട്ടികളെ അല്ലെങ്കിൽ ഉസ്താമാരൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. ജുമുഅക്ക് പോലും പോകില്ല, ജുമുഅക്ക് പോലും പോകില്ല, അവിടെ ഒരാൾ ഓതിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്ത് അയാൾ ഓതണം. ആ ഓത്ത് നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന രീതിയുണ്ട്. ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ പഠിപ്പിച്ചിട്ടില്ല. വകാന മിൻ ഹദീഹി അന്ന അഹ്ലൽ മയ്യിതി ലാ യതകല്ലഫൂന അത്അമ ലിന്നാസ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിൽപ്പെട്ട കാര്യമാണ് മരിച്ച ആളുടെ കുടുംബക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത്. വൽ അമർ അൻ യസ്ന അന്നാസു ലഹും തആമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് മറ്റുള്ള ആളുകൾ, അയൽവാസികളും കുടുംബക്കാരൊക്കെ ആ മരണപ്പെട്ട ആളുകൾക്ക് വിഷമത്തിലാവും, ദുഃഖത്തിലാവും, അവർക്ക് വേണ്ടി ഭക്ഷണം ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചാൽ എത്ര ചെലവാ, 3-ന്റെ അന്നൊരു ഭക്ഷണം വേണം, അല്ലെങ്കിൽ 14-ന്റെ അന്നൊരു ഭക്ഷണം വേണം, അങ്ങനെ ഒരുപാട് പരിപാടി. അതല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണപ്പെട്ട ആളുകൾ, ഒരാൾ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ വിഷമത്തിലാണ്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യത്തിലാണ്, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഒരാൾ നമ്മുടെ അയൽവാസിയിലോ വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക, അതൊക്കെ ചെയ്യേണ്ടത് അയൽവാസികളും മറ്റുള്ള ആളുകളുമാണ് അത് ചെയ്യേണ്ട കാര്യം. അല്ലാതെ ആ വീട്ടുകാർക്ക് സഹായം എന്നോണം, അല്ലാതെ വീട്ടുകാരെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കുന്ന അവസ്ഥയല്ല ഉണ്ടാകേണ്ടത് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നാടുകളിൽ ഈ ഒരു സംഭവം മനസ്സിലാക്കിയതിൽ ചില ആളുകൾ മരണപ്പെട്ട വീട്ടിൽ താസിയത്തിന് പോയാൽ അവിടുത്തെ വീട്ടിൽ എന്തെങ്കിലും ചായ ഉണ്ടാക്കി തന്നാലും കുടിക്കൂല, അത് തിന്നാൻ പാടില്ല, അത് കുടിക്കാൻ പാടില്ല എന്നൊരു കാരണമുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശം ആ വീട്ടുകാർക്ക് സഹായിക്കാൻ വേണ്ടി, അവരൊരു വിഷമത്തിലാണല്ലോ, അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി അവർ ഭക്ഷണം ഉണ്ടാക്കാതെ ബാക്കിയുള്ളവർ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വീട്ടുകാരിൽ കുറച്ച് ഭക്ഷണം കൂടുതൽ വന്നു, അപ്പൊ ആ വീട്ടുകാർ എന്താ ചെയ്യുക, വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കൊടുത്താൽ പോലും നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യില്ല, വാങ്ങൂല. മരണപ്പെട്ട ആൾക്കാർ വീട്ടിൽ നിന്ന് ഭക്ഷണം തിന്നാൻ പാടില്ല, അങ്ങനെ മനസ്സിലാക്കിയ ഒരവസ്ഥയുണ്ട്. അതല്ല അതിന്റെ ഉദ്ദേശം. മരണപ്പെട്ട വീട്ടിൽ 2-3 ദിവസം കഴിഞ്ഞ താജ്യത്തിന് നമ്മൾ പോയി, സ്വാഭാവികമായിട്ടൊരു വീട്ടിൽ പോയാൽ എന്തെങ്കിലും കുടിക്കാൻ തരും, അല്ലെങ്കിൽ എന്തെങ്കിലും തരും. അത് വലിയ ഭക്ഷണം ഉണ്ടാക്കി തിന്നതല്ല, പക്ഷെ അത് കുടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ടോ ഒന്നും പ്രശ്നമല്ല. പക്ഷേ അവർക്ക് വേണ്ടി ആ ദുഃഖത്തിന്റെ സമയത്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ കഴിക്കാൻ പാടില്ലാത്തത് ഇതുപോലെ പ്രത്യേകിച്ച് വിദേത്തുകൾ ഉണ്ടാക്കി, അതുപോലെയുള്ള പരിപാടികൾ ഉണ്ടാക്കി, അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വകാന മിൻ ഹദീഹി തർകു നഇൽ മയ്യിത്ത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽപ്പെട്ട കാര്യമാണ് മയ്യിത്തിന്റെ മരണവിവരം അറിയിക്കുക എന്നുള്ളത്. അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖം അറിയിക്കുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞ ആളുകളെ അറിയിക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയിൽ പെട്ടതല്ല, അത് ഒഴിവാക്കണം. ബൽ കാന യൻഹാ അൻഹു യഖൂൽ വയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്, പറയാറുണ്ട്, ഹുവ മിൻ അമലിൽ ജാഹിലിയ, അത് ജാഹിലിയത്തിന്റെ രീതിയിൽ പെട്ടതാണ്.
അത് ഇന്നാൾ മരിച്ചിട്ടുണ്ട്, അതിൽ വിഷമമുണ്ട്, ആ നിലക്കുകൾ വിളിച്ചു പറയൽ. എന്നാൽ അതേസമയം ഒരാൾ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ജനാസയിൽ പങ്കെടുക്കാൻ, മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അറിയിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ദുഃഖം അറിയിക്കുക എന്നുള്ള അവസ്ഥയിൽ പ്രത്യേകമായിട്ട് ദുഃഖത്തെ അറിയിക്കാൻ വേണ്ടി, വിഷമത്തെ അറിയിക്കാൻ വേണ്ടി പ്രത്യേക രീതിയിൽ അറിയിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. നിയാഹത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. നിയാഹത്ത് പറഞ്ഞാൽ മരിച്ചതിന്റെ പേരിൽ നിലവിളി കൂട്ടി അറിയുന്നത്, അത് ജാഹിലിയത്തിന്റെ രീതിയിൽപ്പെട്ടതാണ്. എന്നാൽ ഒരാളെ മരണം അറിയിക്കാൻ വേണ്ടി അറിയിക്കുന്നത് തെറ്റല്ല, അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച കാര്യം മരണ വിവരം ഒരു എന്താണ് ദുഃഖിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ദുഃഖത്തെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ആ രീതിയിലുള്ള ഒരു നഷ്ടം പറ്റി അങ്ങനെയുള്ള ഖേദം അങ്ങനത്തെ രീതിയിൽ അറിയിക്കുന്നതാണ് വിരോധിച്ചിട്ടുള്ളത്. എന്നാൽ മരണവിവരത്തെ അറിയിക്കാൻ, നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ആ ഒരു രീതിയിലാണെങ്കിൽ അത് തെറ്റല്ലാത്ത കാര്യമാണ്. ഇതോടുകൂടി ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു, ജനാസയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൽ റവാത്തിബ്, ജുമുഅ, ഗ്രഹണ നിസ്കാരം, അതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, ജനാസ, അതെല്ലാം കഴിഞ്ഞു. ഇനി ഒരു നിസ്കാരം കൂടിയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക മനസ്സിലാക്കാനുള്ളത്. അത് സ്വലാത്തുൽ ഖൗഫ്. ഭയമുള്ള സമയത്ത്, ശത്രുവിനെ തൊട്ട് ഭയമുണ്ടാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ യുദ്ധ സന്ദർഭത്തിൽ, ശത്രു ആക്രമിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ, അങ്ങനെയുള്ള സന്ദർഭത്തിലുള്ള നിസ്കാരം, അതിനെക്കുറിച്ചാണ് അടുത്തത്. ഫസ്ലുൻ ഫി ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തിൽ ഖൗഫി. ഭയമുണ്ടാകുന്ന സമയത്തുള്ള നിസ്കാരം. ഇവിടെ ഇതിന്റെ കിതാബിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പോകാം. ഇതിന്റെ ഒരു ആമുഖം മാത്രം പറയാണ്. ഇത് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഒരു കാര്യമാണത്. കാരണം നിസ്കാരം അയാൾക്ക് സുരക്ഷിതനാണെങ്കിലും, നിർഭയത്വമുള്ള സമയത്താണെങ്കിലും, ഭയപ്പാടുള്ള സമയത്താണെങ്കിലും, രോഗമുള്ള സമയത്താണെങ്കിലും, ആരോഗ്യമുള്ള സമയത്താണെങ്കിലും നിസ്കാരം എന്താകുന്നില്ല, അയാളിൽ നിന്ന് ഒഴിവാകുന്നില്ല. ഒരാൾക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉള്ള സമയം അത്ര എന്ത് വേണം, നിസ്കാരം അയാളുടെ മേലെ നിർബന്ധമാണ്, അത് ഒഴിവാക്കാൻ പാടില്ല. എന്നാൽ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ച് അതിൽ കുറച്ച് ഇളവുകൾ നൽകിയിട്ടുണ്ട്. യാത്രക്കാരന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഖസ്റായി നിസ്കരിക്കാൻ അനുവാദം കൊടുത്തതുപോലെ ഓരോ സന്ദർഭത്തിൽ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഭയമുള്ള സമയത്ത്, അഥവാ ശത്രുക്കൾ, പ്രത്യേകിച്ചും യുദ്ധസമയത്ത് ശത്രുക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ആയത്ത്, സ്വലാത്തുൽ ഖൗഫിന്റെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്ത് നിസായിലെ 101, 102 ആയത്തുകളാണ്. ഇതിറങ്ങാനുണ്ടായ ഒരു സന്ദർഭമുണ്ട്. ഒരിക്കൽ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളുമായിട്ട് ഉസ്ഫാൻ എന്നുള്ള പ്രദേശത്ത് ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന ആ സമയത്ത് ഉസ്ഫാൻ മുശ്രിക്കീങ്ങൾ, അപ്പോൾ ആ യുദ്ധം നടക്കുന്ന സമയത്ത് അതുവരെ ഈ ആയത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു ലുഹർ ആയപ്പോൾ, യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധം തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ലുഹറിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എന്ത് ചെയ്തു, ജമാഅത്തായി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന് സഹാബികൾ ജമാഅത്തായി നിസ്കരിച്ചു. അപ്പൊ ഇത് ആ സമയത്ത് മുശ്രിക്കീങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ല. പക്ഷെ ആ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മുശ്രിക്കീങ്ങൾ ആലോചിച്ചത്, നമുക്ക് അവരെ ഈ സമയത്ത്, അവർ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ കീഴ്പ്പെടുത്താമായിരുന്നല്ലോ എന്നുള്ളത്. അവർ പറഞ്ഞു, ലഖദ് അസ്വബ്നാ ഗിർറതൻ ലഖദ് അസ്വബ്നാ ഗഫ്ലതൻ, നമ്മൾ വഞ്ചനയിലും അശ്രദ്ധയിലും അകപ്പെട്ടു പോയി. ലൗ കുന്നാ ഹമൽനാ അലൈഹിം വഹും ഫി സ്വലാത്ത് എന്ന് അവർ പറഞ്ഞു. അഥവാ നിസ്കരിക്കുന്ന സമയത്ത് നാം അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവർ നിസ്കരിക്കുകയല്ലേ, അപ്പോൾ തിരിച്ചവർക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് അവരങ്ങനെ തോൽപ്പിക്കാം എന്നവര് ളുഹർ അവർ മുസ്ലിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു. അങ്ങനെ അസ്ർ അവർ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത്. യുദ്ധസമയത്തുള്ള നിസ്കാരം എങ്ങനെയായിരിക്കണം എന്നതിനെ തൊട്ടുള്ള ആയത്ത് ഇറക്കിയത്. അപ്പോൾ ആ ഭയപ്പാടുള്ള സമയത്ത് എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത്. ഇതിൽ ഈ കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള 4 രീതിയിലാണ് വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ആയത്ത് പറയാം. ആയത്ത് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണങ്ങൾ അടുത്ത് മനസ്സിലാവാം. എന്നാലും ആയത്തൊന്ന് പറഞ്ഞിട്ട് അതിന്റെ രീതിയിൽ പറയാം. സൂറത്ത് നിസായിലെ 101, 102 ആയത്തുകളാണ്. അതിൽ അല്ലാഹു തആല പറഞ്ഞു, വഇദാ ദറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാ. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിസ്കാരം ഖസ്റാക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറു,
അതുപോലെ കുഫാറുകൾ, നിഷേധികൾ നിങ്ങളെ എന്തെങ്കിലും കുഴപ്പത്തിലാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സന്ദർഭത്തിലും കുഴപ്പമില്ല. അപ്പൊ രണ്ട് സമയത്ത് നിസ്കാരം ഖസ്റാക്കാം എന്ന് ഈ ആയത്തിന് കിട്ടി. ഒന്ന് യാത്രയുടെ സമയത്ത്, രണ്ട് യുദ്ധസമയത്ത് ശത്രുക്കൾ ഉപദ്രവിക്കുക എന്നുള്ള സമയത്ത്. ഇവിടെ ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ അതും രണ്ട് രീതിയിലുണ്ട്. ഖസ്റുൽ അദദുമുണ്ട്, ഖസ്റു സിഫത്തുമുണ്ട്. അതായത് നിസ്കാരത്തിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തുകയും ചെയ്യാം, നിസ്കാരത്തിന്റെ രൂപത്തിൽ കുറവ് വരുത്തുകയും ചെയ്യാം. എണ്ണത്തിൽ കുറവ് വരുത്താൻ യാത്രയുടെ സന്ദർഭത്തിലാണ് അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 4 റക്അത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കും, 2 റക്അത്ത് മാത്രമായിട്ട് നിസ്കരിക്കും, എണ്ണം കുറച്ച് നിസ്കരിക്കും. സിഫത്തിൽ കുറവ് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുക്നുകൾ ഒഴിവാക്കാം. ഇപ്പൊ ചിലപ്പോൾ ചില സുജൂദുകൾ ഒഴിവാക്കും, ചിലപ്പോൾ ചില റക്അത്തുകൾ ഒഴിവാക്കും, അല്ലെങ്കിൽ പിന്നെ സുജൂദുകളും റുക്കുകളും ഒഴിവാക്കും, അല്ലെങ്കിൽ അങ്ങനെ അർക്കാനുകളിൽ കുറച്ചുകൊണ്ട് രൂപം മാറ്റിക്കൊണ്ടും കുറക്കാം. രണ്ട് രീതിയിലുണ്ട്. അത് ഭയം ഉണ്ടാവുന്ന സമയത്തേ പറ്റുള്ളൂ. എന്നിട്ട് ഈ ആയത്ത് പറയാണ്, ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വ മുബീന, കാഫിരീങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുക്കളാണ്. എന്നിട്ട് ഭയമുള്ള സമയത്ത്, യുദ്ധസമയത്തുള്ള നിസ്കാരത്തിനെ പറ്റി പറയാണ്, വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാത ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക വലിയഖുദു അസ്ലിഹതഹും ഫഇദാ പറഞ്ഞു, നീ അവർക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ സ്വഹാബികളിൽ ഒരു കൂട്ടം നിന്നോടൊപ്പം നിന്ന് നിസ്കരിക്കട്ടെ. ആ സമയത്ത് അവർ ആയുധം ഏന്തിക്കൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുന്ന സമയത്തൊരു ആക്രമണം ഉണ്ടായാൽ എതിർക്കാൻ പറ്റുന്ന രീതിയിൽ ആയുധം ഏന്തിക്കൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. ഫഇദാ സജദു ഫൽയകൂനു മിൻ വറാഇകും വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റ ലം യുസല്ലു ഫൽയുസല്ലു മഅക വലിയഖുദു ഹിദ്റഹും വഅസ്ലിഹതഹും. അങ്ങനെ ഒന്നാമത്തെ കൂട്ടം സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നോട്ട് പോയി അടുത്ത ആളുകൾ വന്നിട്ട് നിന്നോടൊപ്പം അതിന്റെ ബാക്കി നിസ്കരിക്കട്ടെ. അവരും ആയുധം ഏന്തിക്കൊണ്ട് അക്രമം ഉണ്ടാകുമെന്നുള്ള ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. വദ്ദല്ലദീന കഫറു ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വംതിഅതികും ഫയമീലൂന അലൈക്കും മൈലൻ വാഹിദ. കുഫാറുകൾ അവിടെ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ആയുധങ്ങളും നിങ്ങളുടെ വസ്തുക്കളൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് പെട്ടെന്നൊരു അക്രമം ഉണ്ടാക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വലാ ജുനാഹ അലൈക്കും ഇൻ കാനൂ ബിക്കും അദം മിൻ മതരിൻ ഔ കുൻതും മർള അൻ തദഉ അസ്ലിഹതകും വഖുദു ഹിദ്റകും. നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമോ അല്ലെങ്കിൽ മഴ കാരണത്താലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണത്താൽ ആയുധം ഏന്തി നിസ്കരിക്കാൻ പറ്റുന്നില്ല വിചാരിക്കുക. അപ്പൊ ആയുധം ഒഴിവാക്കി നിസ്കരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു വേണം, അക്രമത്തിനെ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ. ഇന്നല്ലാഹ അഅദ്ദ ലിൽ കാഫിരീന അദാബൻ മുഹീന. അല്ലാഹു തആല കാഫിരികൾക്ക് വലിയ നിന്ദ്യമായ ശിക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഈ ഒരു ആയത്താണ് ഭയപ്പാടുള്ള സമയത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രവർത്തനത്തിലൂടെ വ്യത്യസ്ത രീതികൾ 6 or 7 തരത്തിൽ വരെ, ചില ഇബ്നു ഹസം റഹിമഹുള്ള പോലെയുള്ളവർ 15 തരത്തിൽ വരെ ഈ യുദ്ധസമയത്തുള്ള ഭയപ്പാടുള്ള സമയത്ത് രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. ജമാഅത്തായിട്ടാണ് അപ്പോഴും നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. ജമാഅത്തായിട്ടാണ് നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. ഈ യുദ്ധസമയത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയ സമയത്തല്ല കേട്ടോ, യുദ്ധം തുടങ്ങിയ സമയത്തല്ല. യുദ്ധത്തിന് വേണ്ടി 2 ഭാഗത്തായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ശത്രുക്കൾ ഏത് സമയവും ആക്രമിക്കാം എന്ന് ഭയപ്പാടുള്ള സമയത്താണ്. എന്നാൽ യുദ്ധം നടക്കുന്ന സമയത്ത് നിസ്കാരമുണ്ട്. അപ്പോ ഒറ്റക്കോ എങ്ങനെ ഈ സിഫത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് അവരവർക്ക് കഴിയുന്ന രീതിയിൽ ആ സമയത്ത് നിസ്കരിക്കണം. ഇത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ശത്രുക്കളുടെ അക്രമം ഉണ്ടാകും എന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിലുള്ള നിസ്കാരമാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഒരു ഫസ്ലിൽ ചർച്ച ചെയ്യുന്ന വിഷയം 4 തരത്തിലാണ്. ഒന്നാമത്തെ തരം, ഭയവും യാത്രയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണം. യാത്രയിലുമാണ് ശത്രുവിന്റെ ഉപദ്രവം, ഭയപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത് ഭയം മാത്രമാണ്, യാത്രയിലല്ല, ശത്രുവിന്റെ ഉപദ്രവം മാത്രം ഭയപ്പെടുന്ന സന്ദർഭത്തിൽ. മൂന്നാമത്തേത് യാത്രയിൽ മാത്രമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. നാലാമത്തേത് യാത്രയിലും അല്ല എന്നാൽ നിർഭയത്വവും ഉണ്ട്, ഭയപ്പാടും ഇല്ലാത്ത സാധാരണഗതിയിൽ. ഈ 4 സമയത്ത് എങ്ങനെയാണ് നിസ്കാരം ഉണ്ടാകേണ്ടത് എന്നാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു ചുരുക്കം ഒന്ന് ആദ്യം പറയാം. യാത്രയിലും അതുപോലെ തന്നെ ശത്രുവിന്റെ ഉപദ്രവം ഭയപ്പെടുന്നതുമായ സന്ദർഭത്തിൽ ഒരാൾക്ക് എണ്ണത്തിലും കുറക്കാം, അർക്കാനുകളും കുറക്കാം. നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണവും കുറക്കാം, നിസ്കാരത്തിന്റെ രൂപത്തിലും മാറ്റം വരുത്താം. ഇനി യാത്ര മാത്രമാണെങ്കിൽ, ഭയപ്പാടില്ല, യാത്ര മാത്രമാണെങ്കിൽ എണ്ണത്തിൽ കുറവ് വരുത്താം, പക്ഷെ അർക്കാനുകളിൽ കുറവ് വരുത്താൻ പാടില്ല. ഇനി ഒരാൾ യാത്രയിൽ പിന്നെ അതുപോലെ തന്നെ യാത്ര പറഞ്ഞ ഒന്ന് യാത്രയും ഭയം രണ്ടുണ്ടെങ്കിൽ, ഭയം മാത്രമാണ് എങ്കിൽ
എണ്ണം കുറക്കാൻ പറ്റില്ല, സിഫത്ത് കുറക്കാൻ വിട്ടുപോയി. ഒന്നാമത്തേത് പറഞ്ഞു, യാത്രയും ഭയവും ഒരുമിച്ചുള്ള സമയത്ത് എണ്ണത്തിലും കുറക്കാം, രൂപത്തിലും കുറക്കാം. ഭയം മാത്രമുള്ള സമയത്ത് എണ്ണം കുറക്കാൻ പറ്റില്ല, രൂപം കുറക്കാം. അതുപോലെ തന്നെ ഒരാൾക്ക് യാത്ര മാത്രമാണെങ്കിൽ രൂപത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല, എണ്ണത്തിൽ കുറക്കാൻ പറ്റും. ഇനി ഒന്നുമില്ലാത്ത സമയത്ത് സാധാ പോലെ നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ ഫസ്ലിൽ ചർച്ച ചെയ്യുന്ന വിഷയം. ഇനി ഭയപ്പാടുള്ള നിസ്കാരത്തിലെ ഒരു 4-5 രൂപം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, 3-4 രൂപം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ഫസ്ലിൽ പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തുടങ്ങിയാൽ നമുക്കത് പൂർത്തിയാക്കാനുള്ള സമയമല്ല. അത് നമുക്ക് അടുത്ത ദർസിൽ നമുക്കത് ആ ഭാഗം മുഴുവനായിട്ട് ഒരു ദർസിൽ തന്നെ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫസ്ലൂടെ കഴിയുന്നതോടുകൂടി നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീകൾ ഈ കിതാബിൽ അവസാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സക്കാത്ത് മുതലുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസുകളിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.